ആക്കിബ് നബി ദർ ജമ്മു കശ്മീരിന് ഇത്തവണ രഞ്ജി ട്രോഫി നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ബൗളിംഗ് ഓൾറൗണ്ടർ. ഈ സീസണിൽ 10 മത്സരങ്ങളിൽ നിന്ന് 60 വിക്കറ്റും 245 റൺസുമാണ് ആക്കിബ് നബി നേടിയത്. ഫൈനലിൽ 5 വിക്കറ്റ് വീഴ്ത്തി. കർണാടകയുടെ മുൻനിരയിലെ 4 ബാറ്റർമാരും കീഴടങ്ങിയത് നബിക്ക് മുന്നിലാണ്. സെമി ഫൈനലിൽ ബംഗാളിനെതിരെ 9 വിക്കറ്റും ക്വാർട്ടർ ഫൈനലിൽ മധ്യപ്രദേശിനെതിരെ 12 വിക്കറ്റും. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു ടീമിന് ഒരാൾ സംഭാവന നൽകുക? അപ്പോൾ എല്ലാ അർത്ഥത്തിലും ആക്കിബ് നബിയുടെ സംഭാവന ജമ്മു കാശ്മീരിൻ്റെ ഈ ചരിത്ര നേട്ടത്തിന് പ്രധാന കാരണമായി മാറി. ഈ സീസണിൽ മാത്രം അയാൾ 7 തവണയാണ് 5 വിക്കറ്റ് വീഴ്ത്തിയിട്ടുള്ളത്. അത് ചെറിയൊരു കാര്യമല്ല. എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടാണ്, സ്ഥിരതയോടെയാണ് അയാൾ പെർഫോം ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമാണ്. മൊത്തം 40 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് 151 വിക്കറ്റും 967 റണ്ണുമാണ് ഇതുവരെ ആക്കിബ് നബി നേടിയിട്ടുള്ളത്. ആക്കിബ് നബിയെ ഇത്തവണ IPL ലേലത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് 8,40,00,000 രൂപ കൊടുത്താണ് സ്വന്തമാക്കിയത്. ആ തുക കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നബിയുടെ പ്രാധാന്യം എന്താണ്, നബിയുടെ ഡിമാൻഡ് എത്രത്തോളമാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആക്കിബ് നബി എന്ന 29കാരൻ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. ജമ്മു കാശ്മീരിന് 67 വർഷത്തെ അവർ 1960 രഞ്ജി ട്രോഫിയിൽ അരങ്ങേറിയത്. അതിനുശേഷം 67ാമത്തെ വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നു രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരാവാൻ. അതിൽ നിർണായക പങ്ക് വഹിച്ചത് ആക്കിബ് നബി ദറാണ്. അങ്ങനെ ആക്കിബ് നബി ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രങ്ങളിലായി ഒന്നായി തുടരുകയാണ്. തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിക്കും, ഇന്ത്യക്ക് വേണ്ടി പന്തെറിയും, ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആക്കിബ് നബിയെ പോലുള്ള ഒരു ഓൾറൗണ്ടർ, ജമ്മു കാശ്മീരിനെ പോലെ നമ്മൾ അധികമൊന്നും രഞ്ജി ട്രോഫിയിൽ പോലും അധികമൊന്നും കേട്ടോ കണ്ടോ ഇല്ലാത്തൊരു ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട്, മുന്നിൽ നിന്ന് പന്തെറിഞ്ഞുകൊണ്ട്, ബാറ്റ് ചെയ്തുകൊണ്ട് ആ കിരീടം നേടിക്കൊടുത്ത ആക്കിബ് നബി ദർ ഒരു കാലത്തും ജമ്മു കാശ്മീരിൻ്റെ ക്രിക്കറ്റ് ചരിത്രത്തിൽ നിന്ന് ഒരു കാലത്തും ഒഴിവാക്കാൻ പറ്റാത്ത വിധം സ്വർണ്ണലിപികളാൽ സ്വന്തം പേര് എഴുതി ചേർത്ത കളിക്കാരനാണ്.